കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി നമ്മൾ ഏതെങ്കിലും നിഷേധാത്മക സാഹചര്യങ്ങളിലേക്ക് തിരിക്കുമ്പോൾ, അതായത് നമ്മൾ പറയുന്നത് പോലെ നെഗറ്റീവ് മൈൻഡിലേക്ക് നമ്മൾ തിരിയുമ്പോഴാണ് ഈ സാഹചര്യത്തെ നമ്മൾ ആകർഷിച്ചെടുക്കുന്നത് എന്നാണ് ഈ ഒരു ആകർഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനിലൂടെ ഈ ഗ്രന്ഥത്തിൽ ഉടനീളം പറയുന്നത് അങ്ങനെയാണ്. ഏതാണ് നമ്മൾ നിഷേധാത്മക ചിന്തയിലൂടെ ഏത് കാര്യത്തിലേക്ക് പോയാലും ഇവിടെയെല്ലാം നമ്മൾ അതിനെ സ്വയം ക്ഷണിച്ചു വരുത്തുകയാണ് എന്നുള്ളതാണ് റോണ്ട ബേൺ ഇതിന്റെ ഗവേഷണ ഫലങ്ങളിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മാന്ത്രിക ചെക്ക്. ചെക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചതുരംഗം കളിയിൽ ചെക്ക് വെക്കുന്ന, ചെസ് കളിയിൽ വെക്കുന്ന ചെക്കല്ല, നമ്മുടെ ബാങ്ക് ചെക്ക് തന്നെയാണ് കേട്ടോ. ബാങ്കിലെ ചെക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാവരും. നമ്മളിപ്പം ഏതാണ്ട് ഒരു കാലം മുൻപ് വരെ, പ്രത്യേകിച്ച് ഈ ഒരു ഇലക്ട്രോണിക് രീതിയിൽ ഡിജിറ്റൽ മണി വരുന്നതിന് മുൻപ് നമ്മൾ ഏറ്റവും കൂടുതൽ പണം എടുക്കാൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചെക്കുകളായിരുന്നു. ബാങ്കിൽ നിന്ന് പണം വിഡ്രോ ചെയ്യാനും അല്ലെങ്കിൽ പണം അങ്ങോട്ട് ഇടാനും ഒക്കെ വലിയ തുകകളൊക്കെ വരുമ്പോൾ പലപ്പോഴും ചെക്കാണ്. അതുപോലെ ചെക്കിനൊരു പ്രത്യേകതയുണ്ട്, ഒരു രേഖ കൂടിയാണ് ചെക്ക് ഇടുക, അങ്ങനെയൊക്കെ പറയുന്ന രീതിയുണ്ട്. അപ്പൊ അത്തരത്തിലെ ഒരു മാന്ത്രിക ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് പണം കൊണ്ടുവരുന്ന ഒരു വഴിയെ കുറിച്ചിട്ടാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും നമുക്ക് പണത്തിന്റെ ആവശ്യം, ഒരു പണത്തിന് വേണ്ടി ഒരു പ്രത്യേക കാര്യമുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കൊരു മൊബൈൽ ഫോൺ കംപ്ലൈന്റ് ആയി, പുതിയതൊരെണ്ണം വാങ്ങണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെറിയ തുക, ചിലപ്പോൾ അത്യാവശ്യം വലിയ തുക തന്നെ, ഏത് ഓരോ ആളുകളുടെയും ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ആ ഒരു വിലയിൽ വ്യത്യാസം വരാം. അവർ വാങ്ങുന്ന ഫോണുകൾ ഏതാണെന്നുള്ളത് അവരുടെ ജീവിത ശൈലികളാണ് തീരുമാനിക്കുന്നത്. വില കൂടിയതാണോ വില കുറഞ്ഞതാണോ, ഐഫോൺ ആണോ സാംസങ് ആണോ, അങ്ങനെയുള്ള കാര്യമൊക്കെ തീരുമാനിക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആവശ്യമുള്ള പണത്തിനെ നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കുന്ന, നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു ടെക്നിക്കാണ്. കാരണം പ്രത്യേകിച്ച് ഇതിനകത്ത് നമുക്ക് നഷ്ടങ്ങളൊന്നും സംഭവിക്കാനില്ല, ലാഭങ്ങൾ മാത്രം. കിട്ടിയാൽ ലാഭം, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ നമ്മൾ അതിനായിട്ടൊന്ന് ഒരു പരീക്ഷണം നടത്തിയെന്ന് കാര്യങ്ങൾ മാത്രമേ ഇതിനായിട്ട് പറയുന്നുള്ളൂ. അവിടെ നമ്മൾ ചെയ്യേണ്ടത് മാനസികമായിട്ട് നമ്മളിലേക്ക് ഇത് വരും, ഈ പണം നമ്മളിലേക്ക് എത്തിച്ചേരും, ഇന്ന കാര്യം ഞാൻ വാങ്ങും, ആ പണം കൃത്യമായിട്ടുള്ള പണം എന്നിലേക്ക് വന്നിട്ട്, ചിലപ്പോൾ അത് പല രീതിയിലാകാം. ഈ രീതികളൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാം. ആരെങ്കിലും ഒക്കെ തന്നെ പരീക്ഷിച്ചിട്ടുണ്ടാവും. ഒരു ചെറിയ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാല്, നമ്മൾ അടുത്ത കാലത്ത് നമ്മൾ ഈ അശോകൻ സാറിന്റെ, നമ്മൾ വൈക്കത്ത് വെച്ചിട്ട് അശോകൻ സാറിന്റെ ഒരു സപ്തതി ആഘോഷം സ്മൈലും നമ്മുടെ അവിടെയുള്ള തിരുനാരായണ സേവ ട്രസ്റ്റും കൂടി നടത്തിയ സമയത്ത് അശോകൻ സാറിന്റെ ഈ ചടങ്ങില് എനിക്ക് ഒരു ആശംസ പ്രാസംഗികനായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ച്, അശോകൻ സാറ് കുറച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അതിലൊരു പുസ്തകം ദാമ്പത്യം ശ്രീനാരായണ ധർമ്മത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടായിരുന്നു. സാറും അതുപോലെ തന്നെ സാറിന്റെ ഗുരുവായ ശിവഗിരി മഠത്തിലെ ആചാര്യനും കൂടി ചേർന്നിട്ട് എഴുതിയ രീതിയിലാണ്. പക്ഷെ നല്ലൊരു ബുക്കാണ്. കാരണം അത് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നവർക്കും അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. അത് വായിച്ചാൽ വളരെയധികം നമുക്ക് ഗുണം ചെയ്യും. സാധാരണ രീതിയിൽ തന്നെ, എന്നാൽ അതിനകത്ത് ശ്രീനാരായണ ധർമ്മവും കൂടി ചേർത്തുകൊണ്ട് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പൊ ഈ ബുക്കിന്റെ ലേഔട്ടും ഒരു കാലത്ത് ഞാൻ തന്നെ ചെയ്താണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപായതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. കവർ ഡിസൈനിങ്ങിനുള്ള കാര്യമൊക്കെ ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്കിത് പുസ്തകം വായിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണെങ്കിൽ പോലും ഇത്തരം ഒരു ജോലി ചെയ്യുമ്പോൾ ആ ബുക്കിനെ വായിച്ചുകൊണ്ട് തന്നെ വായിക്കണം. കാരണം ഒരു പ്രൂഫ് റീഡിങ് കൂടി ചെയ്യുന്ന ആള് ചെയ്യേണ്ടത്. അങ്ങനെ പിന്നെ അല്ലാതെ ആ ബുക്കായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും ഒക്കെ വായിച്ചു കൂട്ടത്തിൽ ഒരു 4-5 തവണയെങ്കിലും ആ ബുക്ക് മുഴുവനായിട്ട് ഇങ്ങനെ വായിച്ചു തീർത്ത ഒരാളായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് ആ ബുക്കിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ വെച്ച് സംസാരിക്കാം, നമുക്ക് നല്ല പരിചയമുള്ള ബുക്കാണ്. പക്ഷേ 4-5 വർഷം മുമ്പ് വായിച്ചതാകുമ്പോൾ നമുക്കത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്, കണ്ടന്റുകൾ മറന്നു പോകും. പക്ഷെ അത് വീണ്ടും ഒരിക്കൽ കൂടി എടുത്ത് നമ്മൾ പെട്ടെന്ന് റെഫർ ചെയ്താൽ വീണ്ടും നമുക്ക് അതിന്റെ കണക്ടിവിറ്റിയിലേക്ക് വരാൻ സാധിക്കും. പക്ഷേ ഒരു 3-4 കോപ്പി ആ ബുക്കിന്റെ എന്റെ കൈവശം ഉണ്ടായിരുന്നതാണ്. എങ്കിൽ പോലും ആ സമയത്ത് ഷെൽഫിൽ മുഴുവൻ തപ്പിയിട്ട് ഈ ബുക്ക് കാണുന്നില്ല. ഇങ്ങനെ ഈ ഒരു ബുക്കിനെ മാത്രം കാണുന്നില്ല, ആവശ്യമുള്ളപ്പോൾ അത് മാത്രം കാണില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ കാണുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ അത് ഞാൻ വിട്ട് കളഞ്ഞു. ഇനി അവിടെ ചെന്നിട്ട് മറ്റെന്തെങ്കിലും അവിടെ വെച്ച് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളെ എടുത്ത് സംസാരിച്ചു. കാരണം വലിയ ഒരു നീണ്ട പ്രസംഗമൊന്നുമല്ല, ആശംസാ പ്രസംഗം ചെറുതായിട്ട് മതിയല്ലോ. അങ്ങനെ വിചാരിച്ച് വേദിയിലൊക്കെ ഇങ്ങനെ കയറിയിരിക്കുന്നു.
അപ്പൊ ഈ സമയത്ത് നമ്മൾ വേദിയിലേക്ക് ഇരിക്കുന്ന ആളുകളെ എന്ത് ചെയ്യും, സ്വാഗതം ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഈ കുട്ടികൾ വന്നൊരു പുഷ്പം കൊടുക്കുന്ന ഒരു ചടങ്ങൊക്കെ, ചിലപ്പം അത് ഷോള് അണിയിക്കുക, അങ്ങനെ പല രീതിയിൽ അവരെ ഒന്ന് ബഹുമാനിക്കുന്ന രീതികളുണ്ട്. അപ്പൊ ഇവിടെ ഇവർ ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഈ ആളുകൾക്കെല്ലാം അവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ ഓരോ ബുക്കുകൾ കൊടുത്ത് ഇവരെ പരിചയപ്പെടുന്ന രീതി. അപ്പൊ കൃത്യം ഇതേ ബുക്ക് തന്നെ എൻ്റെ കയ്യിലേക്ക് കൊണ്ടുത്തരുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു ബുക്കിനെ വളരെയധികം ആഗ്രഹിച്ചിരുന്നു, കയ്യിലുണ്ടായിട്ട് കൂടി അത് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആദ്യമേ തന്നെ ഈ ബുക്ക്, കാരണം പല ബുക്കുകളാണ് കൊടുക്കുന്ന ആളുകൾക്കെങ്കിൽ കൃത്യം ഈ ബുക്ക് തന്നെയാണ് എനിക്കും കിട്ടിയത്. അപ്പൊ അവിടെ ഇരുന്ന് തന്നെ അതിനു മുമ്പ് വളരെയധികം ആളുകളുടെ പ്രഭാഷണമുണ്ട്, മുക്താനന്ദ സ്വാമികളുടെ ഉണ്ട്, ശാരദാനന്ദ സ്വാമികളുണ്ട്, ഇങ്ങനെ കുറെ അധികം പേരുടെ പ്രഭാഷണം കഴിയുന്ന ഒരു സമയമുണ്ട്. അവിടെ ഇരുന്ന് തന്നെ ആ ബുക്ക് വളരെ ഒറ്റയിരിപ്പിൽ ഇങ്ങനെ വായിച്ചു തീർക്കാനൊക്കെ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഇത് നമ്മളിലേക്ക് വന്നു ചേരും. അപ്പൊ ചില സംശയം തോന്നും, എന്നാ പിന്നെ ഒരു ലോട്ടറി അടിക്കുന്നതിനെ അങ്ങ് ആഗ്രഹിച്ചാൽ പോലെ വന്ന് കയറില്ലെന്ന്. ആഗ്രഹിച്ച് നോക്കുക, എനിക്കറിയില്ല. കാരണം അത് അടിക്കുമെന്നുള്ള നമുക്ക് ശക്തമായ ഉറപ്പ് വേണം. ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അവിടെ സംശയം ഉണ്ടാവില്ല, കിട്ടുവോ കിട്ടില്ലയോ എന്നുള്ളൊരു സംശയത്തിൽ പോയാൽ അതിന്റെ ആകർഷണം കുറഞ്ഞു പോകും. ഉറപ്പായിട്ടും അതെനിക്ക് കിട്ടി എന്നുള്ള രീതിയിൽ തന്നെ നമ്മളൊന്ന് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ അനുഭവങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അവിടെയും ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, പണത്തിനെ ആണെങ്കിൽ പോലും വെട്ടിപ്പിടിക്കുമ്പോൾ അത് പിന്നീട് ദോഷങ്ങൾ സംഭവിക്കും. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ, നമുക്ക് അർഹതപ്പെട്ട രീതിയിൽ മാത്രം ആഗ്രഹിക്കുമ്പോൾ അത്, കാരണം ആ ബുക്ക് വായിക്കണം, അത് ന്യായമായ ആഗ്രഹം ഇതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മാന്ത്രിക ചെക്ക് ഉപയോഗിക്കുന്ന രീതിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് പണത്തെക്കുറിച്ചുള്ള മോശം വിചാരങ്ങൾ, അതായത് കാരണം അയ്യോ പണമില്ല, അവിടെ അടയ്ക്കുവാൻ എനിക്ക് പണമില്ല, ആകെ പ്രശ്നങ്ങളാണ്, ഇത് ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ പണമില്ലായ്മയെ തന്നെ ആകർഷിച്ച് എടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ നേരെ മറിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള, ഇത്രയും നാളും ലഭിച്ചിട്ടുള്ള പണത്തിന് നമ്മൾ കൃതജ്ഞത ആത്മാർത്ഥമായിട്ട് അർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ പണമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഇത് റോണ്ട ബേൺ എന്ന ഒരു സ്ത്രീയുടെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നിട്ടാണ് ഇവർ ഇത് പുസ്തകത്തിൽ എഴുതുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കൃത്യതയോടുകൂടി ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ കൃത്യതയോടുകൂടി ഇതിനെ നമ്മൾ 10 അനുഗ്രഹങ്ങളുടെ പട്ടിക എഴുതുമ്പോൾ വേണമെങ്കിൽ ഒരെണ്ണം ഇതായിട്ട് നമുക്ക് എഴുതാം. കാരണം എൻ്റെ ജീവിതത്തിലുടനീളം എനിക്ക് ലഭിച്ച ധനത്തിന് നന്ദി. കാരണം മുൻപ് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് ലഭിച്ച ചില കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുള്ള അവസ്ഥയെ നമുക്കറിയാം. ചില കാര്യങ്ങളിൽ ഇപ്പം മോളുടെ കല്യാണം, അല്ലെ വീട് പണി, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വലിയ പണം ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ വരുമ്പോൾ നമുക്ക് നടക്കില്ല എന്ന് വിചാരിച്ചിട്ടിരുന്നെങ്കിൽ പോലും ആ സമയത്ത് പെട്ടെന്ന് ഇവിടെ നിന്നൊക്കെയോ പണം വന്ന് നടന്നു പോയിട്ടുള്ള അനുഭവങ്ങൾ നമ്മളിൽ പലർക്കും ഉണ്ടായിരിക്കും. അപ്പൊ ഇതുപോലെ വന്ന ആ ഒരു അവസ്ഥയെ നമ്മളിലേക്ക് വന്നു ചേർന്ന പണത്തിനോട് നന്ദി അറിയിക്കുമ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെ അവശ്യഘട്ടങ്ങളിൽ ആ സമയത്ത് നമ്മളിലേക്കുള്ള ധനം വന്നു ചേരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ നിലവിലെ സാഹചര്യത്തെ അവഗണിച്ചുകൊണ്ട്, ഇപ്പോൾ നമുക്ക് ദാരിദ്ര്യമാണെങ്കിൽ കഴിയുമെങ്കിൽ ആ ദാരിദ്ര്യം എന്ന വാക്കിനെ തന്നെ നമ്മളിൽ നിന്ന് തുടച്ചു നീക്കുക. കാരണം സമൃദ്ധിയെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മളിലേക്ക് ഇത് വരും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള പണത്തിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് കൂടുതൽ പണം ലഭിക്കുന്നതോ അല്ലെങ്കിൽ ചെലവേറിയ എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നതോ ഒക്കെ നമ്മുടെ കൃതജ്ഞതയുടെ ഫലമായിട്ട് മാത്രമാണ് എന്നാണ് ഇവിടെ റോണ്ട ബേൺ പറയുന്നത്. അപ്പൊ റോണ്ട ബേണിന്റെ ഒരു സ്വന്തം സാഹചര്യത്തെ ഈ ഒരു അധ്യായത്തിൽ ലഘുവായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവര് സ്വന്തം നാട്ടിൽ നിന്ന് മാറിയിട്ട് അമേരിക്കയിലേക്ക് വണ്ടി കയറുന്നു. അപ്പോൾ നമുക്കറിയാം ഈ ജീവിതത്തിൽ വിജയിച്ച പല വ്യക്തികളും നാട്ടിൽ നിന്ന് മാറി മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരായിരിക്കും. നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ബുക്കാണ് ആൽക്കെമിസ്റ്റ് എന്നൊരു ബുക്ക്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ആൽക്കെമിസ്റ്റിൽ ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന ബുക്കിലെ ആ കുട്ടിയുടെ പേര്, ആട് വളർത്തുന്ന ഒരു കുട്ടി, അല്ലെ, ആ ആടിനെ മേയ്ക്കുന്ന സാന്റിയാഗോ എന്ന് പറയുന്ന ഇടയ ബാലൻ, അവന്റെ നാട്ടിൽ നിന്നും മറ്റു സ്ഥലത്തേക്ക് ഇവന്റെ സ്വപ്നങ്ങളെ തേടി, നിധി തേടി പോകുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്.
അപ്പൊ സ്വന്തം നാട്ടിൽ നിന്ന് പോയിട്ട് വളരെ അനവധി സ്ഥലങ്ങളിലൂടെ ഈ ആടിനെയുമായിട്ട് രാജ്യങ്ങൾ വിട്ടുകൊണ്ട് ഇദ്ദേഹം യാത്ര ചെയ്യുന്നു. പല സ്ഥലങ്ങളിൽ പോകുന്നു. ഇടയ്ക്ക് ഇദ്ദേഹത്തിന് പണം ലഭിക്കുന്നു, വീണ്ടും നഷ്ടപ്പെടുന്നു, വീണ്ടും ലഭിക്കുന്നു, വീണ്ടും നഷ്ടപ്പെടുന്നു. ഇത് ഇടയ്ക്ക് ആളുകളിൽ നിന്ന് മർദ്ദനമേൽക്കുന്നു, അങ്ങനെ മരിച്ചു പോകുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ കഥയുടെ അവസാനം ഈ കുട്ടി വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു. കാരണം ഈ ബുക്കിൽ പറയുന്ന ആദ്യത്തെ ആ ഒരു പള്ളിയുടെ പൊളിഞ്ഞു തകർന്ന ഒരു പള്ളിയുടെ ഇദ്ദേഹം മാനം നോക്കി കിടക്കുന്ന ഒരു സാഹചര്യം. അതേ സ്ഥലത്തേക്ക് തന്നെ അവസാനം ഇയാൾ പ്രായമേറെ ചെന്ന് കഴിയുമ്പോൾ തിരികെ എത്തുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ആടുകളെയും നഷ്ടപ്പെട്ടു. ആടിനെ വിറ്റീന്റെ പണം എടുത്തുകൊണ്ട് സ്ഥലങ്ങളിൽ പോയി അതിനിടയ്ക്ക് മറ്റൊരു ചില്ലുപാത്രക്കടയിൽ ജോലി ചെയ്യുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഇദ്ദേഹം പരിചയപ്പെടുന്ന വ്യക്തികൾ പഴയ രാജാവിനെ കാണുന്നു, തള്ളയെ കാണുന്നു, ജിപ്സി തള്ളയെ കാണുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹം തിരികെ സ്വന്തം ആ ഒരു പൊളിഞ്ഞ ആ പള്ളിയുടെ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെയായിരുന്നു ഇദ്ദേഹത്തിനുള്ള നിധി ഉണ്ടായിരുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇദ്ദേഹം യാത്രകൾ ചെയ്തു. ആ തിരിച്ചറിവ് ഉണ്ടാകുവാൻ ഉള്ള യാത്രകൾ ചെയ്യേണ്ടി വന്നു. ലോകത്തിലൂടെ പലയിടങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അവിടെ പറഞ്ഞു വരുന്ന ഇതാണ് ആ ഒരു തിരിച്ചറിവ്. നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ വീണ്ടും കുഴിക്കുമ്പോൾ അവിടെയാണ് നമുക്കുള്ള നിധി ഇരിക്കുക. ഒരു സൂപ്പർ പവറിലേക്ക് ഒരു മനുഷ്യൻ വരുന്നത് ഇവൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിച്ചു അവിടെ തന്നെ വീണ്ടും വീണ്ടും കുഴിക്കുമ്പോൾ ആണ് ഇവന്റെ യഥാർത്ഥ നിധിയെ കണ്ടെത്താൻ സാധിക്കും. ഏതൊരു മനുഷ്യർക്കും അങ്ങനെ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് ഇത്തരം ബുക്കുകളൊക്കെ പറഞ്ഞത്. എല്ലാ മനുഷ്യനിലും ഒരു സൂപ്പർ പവർ ഉണ്ട്. അത് ചിലപ്പോ ഏത് പ്രായത്തിലാണ് ഇത് പുറത്തേക്ക് എടുക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ വളരെ വൈകിട്ട് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഒരു ഒന്നാം തരം ഉദാഹരണം പലപ്പോഴും പറയുന്നത് KFC, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞൊരു കമ്പനിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിന്റെ ഉടമയ്ക്ക് ഉണ്ടായ അനുഭവം. കാരണം ഇദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിലും യൗവനത്തിലും ബാക്കിയുള്ള പ്രായങ്ങളിലൊക്കെ മധ്യവയസ്സിലുമൊക്കെ ഇദ്ദേഹം ആർക്കും വേണ്ടാത്തൊരു മനുഷ്യനായിരുന്നു. ഭാര്യ പോലും ഉപേക്ഷിച്ചു പോയി, കുടുംബക്കാരൊന്നും അടുപ്പിക്കില്ല. കാരണം ഇയാൾ തൊടുന്നതൊക്കെ പരാജയമായി. ഇങ്ങനെ ഇരുന്ന വ്യക്തി പിന്നീട് 70ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം വിജയിച്ചത്. ലോകത്തിലുടനീളം തന്റെ പ്രൊഡക്റ്റ് വിറ്റഴിയുന്ന വലിയൊരു കമ്പനിയുടെ 150 രാജ്യങ്ങളിലേക്ക് തന്റെ ഉൽപ്പന്നം കയറ്റി അയക്കുന്ന ഒരു കമ്പനിയുടെ തലവനൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഇതുപോലെ ഏതൊരു മനുഷ്യനിലും പുറത്തെടുക്കാവുന്ന സൂപ്പർ പവറുകളെ കുറിച്ചിട്ടാണ് അവിടെയൊക്കെ പറയുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് നന്ദിയുള്ളവരായി പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നന്ദിയായി നമ്മൾ പറഞ്ഞുകൊണ്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഇവിടെ റോണ്ടാ ബേൺ പറഞ്ഞു വന്ന കഥയിൽ നിന്ന് അല്പം നമ്മൾ മാറി. റോണ്ടാ ബേണിന്റെ സ്വന്തം അനുഭവം പറയുന്നു. അപ്പൊ അമേരിക്കയിൽ ചെല്ലുമ്പോൾ ഇവർക്ക് സ്വന്തമായിട്ടൊരു താമസിക്കാൻ ഒരു ചെറിയ മുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലൊരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് കയ്യിലുണ്ട്. ഇത് രണ്ടുപേർ സ്വന്തമായിട്ടുള്ളൂ. ഇടാനുള്ള വസ്ത്രങ്ങള്, ഈ കമ്പ്യൂട്ടർ വെക്കാൻ ഒരു നല്ലൊരു മേശ പോലും ടേബിൾ പോലും ഇല്ല. ഇത് മടിയിൽ വെച്ചുകൊണ്ട് ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരവസ്ഥയിലൊക്കെയായിരുന്നു. സ്വന്തമായിട്ട് യാത്ര ചെയ്യാൻ ഒരു കാർ ഉണ്ടായിരുന്നില്ല. പക്ഷെ കാർ ഉണ്ടായിരുന്നില്ലായിരുന്നപ്പോൾ പോലും താൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ എതിർവശത്ത് തന്നെ ഒരു ടാക്സി സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അതിനോട് നന്ദി പറഞ്ഞു. കാരണം ഇത്രയും അടുത്ത് എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ടായതുകൊണ്ട്, ടാക്സി സ്റ്റാൻഡ് ഉള്ളത് കൊണ്ട് വളരെ വേഗത്തിൽ എനിക്ക് കാറിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നു ആവശ്യമുള്ളപ്പോൾ. അതിനോട് നന്ദി പറഞ്ഞു. എന്റെ അടുക്കളയ്ക്കുള്ളിൽ 4 കത്തികൾ, 4 ഫോർക്കുകൾ, കത്തിയും ഫോർക്കും ഉപയോഗിച്ചിട്ടാണല്ലോ അവിടെയൊക്കെ ഭക്ഷണം കഴിക്കുക. അപ്പൊ 4 കത്തികളും 4 ഫോർക്കുകളും ഉണ്ട്, 4 പ്ലേറ്റുകളും ഉണ്ട്. ഇങ്ങനെയുള്ള ഓരോ വസ്തുക്കളോടും കൃതജ്ഞത അറിയിച്ചുകൊണ്ടേയിരുന്നു. അതങ്ങനെ ക്രമേണ കൃതജ്ഞത പറഞ്ഞു എന്ത് ചെയ്തു, ഇദ്ദേഹം ഈ ഒരു വ്യക്തിയുടെ കഴിവറിഞ്ഞുകൊണ്ട് ഒരു കാറും അതിന്റെ ഡ്രൈവറെ ഉൾപ്പെടെ സമ്മാനമായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ലഭിച്ചതാണ്. ഒരു കാർ ലഭിച്ചു. കാറിലായിരുന്ന ആൾക്ക് കാറും ഡ്രൈവർ ഉൾപ്പെടെ ലഭിച്ചു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ഇതുപോലെ താമസിക്കുന്ന ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ് കുറച്ചുകൂടി മെച്ചപ്പെട്ടതിലേക്ക് മാറുവാൻ കഴിഞ്ഞു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് നേടിയെടുത്തതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇതില് നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു തുക, അതായത് നമ്മൾ എന്തെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ളൊരു തുക എത്രയാണോ, ഞാൻ പറഞ്ഞത് ചെറിയ തുകയിൽ നിന്ന് വേണമെങ്കിൽ ഈ പരിശീലനം തുടങ്ങാമെന്നാണ് പറയുന്നത്. നമുക്കൊരു 1000-ഓ 2000-ന്റെ ആവശ്യമാണ് ഇപ്പോൾ നിലവിൽ ചെറുതായിട്ടുള്ളത്. വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ചെറിയ തുക ഒരു മാന്ത്രിക ചെക്ക് നിർമ്മിച്ചുകൊണ്ട് അതിൽ എഴുതി വെക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ആ ചെക്കിന്റെ മാതൃക നമ്മുടെ ഇവിടെ ഈ ബുക്കിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ മോഡൽസ് ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒന്ന് കാണിച്ചു തരാം.
അതുപോലെ ഒരു ചെക്ക് നമ്മൾ നിർമ്മിക്കണമെന്നാണ് പറയുന്നത്. ഇതാണ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഒരു ചെക്കിന് ഇതിന്റെ മാതൃക ഇതാണ്. ഇത് ഗ്രാറ്റിറ്റ്യൂഡ് ബാങ്ക് ഓഫ് യൂണിവേഴ്സ് എന്നൊക്കെയാണ്. ഡേറ്റ് ഉണ്ട്. സാധാരണ ചെക്കിലുള്ളത് പോലെ തന്നെ ഉള്ള പേ എത്ര രൂപയാണെന്ന് എഴുതേണ്ട സ്ഥലമുണ്ട്. അതിന്റെ പർപ്പസ് എന്താണ്, എന്തിനാണ് അത് ഉപയോഗിക്കേണ്ടത്, അതും കഴിഞ്ഞിട്ട് അവിടെ സൈൻ ചെയ്യേണ്ട സ്ഥലം, ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു ചെക്കിനെ നമ്മൾ നിർമ്മിച്ചുകൊണ്ട് സ്വയം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള തുക എഴുതി വെക്കുക എന്നുള്ളതാണ്. നമുക്ക് എത്ര തുകയാണോ ആവശ്യമുള്ളത് അത്തരത്തിലൊരു തുകയെ നമ്മൾ അവിടെ ആ ചെക്കിന്റെ ഉള്ളിൽ എഴുതി വെക്കുക. എന്താണോ നമ്മൾ എഴുതുന്നത്, ഇപ്പൊ ഇന്നാണ് എഴുതുന്നെങ്കിൽ ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് എഴുതുക. കാരണം ആ ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഏത് ദിവസവും പിന്നെ അത് മാറിയെടുക്കാവുന്നതാണ്. അങ്ങനെ തീയതി വെച്ചിട്ട് എഴുതി വെക്കുക, നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു പരിശീലനത്തിൽ പറയുന്നത്. തിരിയും കൃതജ്ഞതയോടുകൂടി നമുക്ക് ആവശ്യമുള്ള തുക എത്ര, നിലവിൽ ഇപ്പോൾ ഉടനെ ആവശ്യമുള്ള തുക എത്രയാണോ ഇതിൽ നിന്ന് പരീക്ഷിച്ചു തുടങ്ങി പിന്നീട് അത് വലിയ തുകകളിലേക്ക് എഴുതി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മളിലേക്ക് പണം വന്നു ചേരുമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഈ ചെക്കിൽ എഴുതി വെച്ചിട്ട് ഈ ചെക്കിന്റെ കോപ്പി വേണമെങ്കിൽ അതിന്റെ ഇത്തരം ചെക്കുകളുടെ നമുക്ക് പ്രിന്റ് എടുക്കാവുന്ന പോലത്തെ ഒരു കോപ്പി ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് അയച്ചു തരാം. അത് എന്നിട്ട് പ്രിന്റ് എടുത്താൽ മതി. പ്രിന്റ് എടുത്തിട്ട് അതിൽ എഴുതി വെച്ചാൽ മതി. ആ തുക എഴുതി വെച്ചിട്ട് നമ്മളെപ്പോഴും കാണുന്ന സ്ഥലങ്ങളിൽ ഇത് ആവശ്യമുള്ള ആളായിരുന്നു തോന്നുന്നു അല്ലെ, ഹാൻഡ് റൈസ് ചെയ്ത്. ഓക്കെ, ഞാൻ തരാം. അന്നേരം അതിൽ എഴുതി വെച്ചിട്ട് നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത് വേണം ഇതിനെ പേസ്റ്റ് ചെയ്ത് വെക്കണം. ഒരു ചെറിയ എന്തെങ്കിലും സെല്ലോ ടൈപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് വെക്കുക. അത് ചിലപ്പോൾ ഇനി ഏറ്റവും പറ്റിയത് പറയുന്നതെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിന്റെ മുൻപിലോ അല്ലെങ്കിൽ നമുക്ക് ബാത്റൂമിന്റെ ഉള്ളിൽ കണ്ണാടി ഉണ്ടെങ്കിൽ ആ കണ്ണാടിയിലോ ഇങ്ങനെ നമ്മൾ എപ്പോഴും കാണാൻ സാധ്യതയുള്ളൂ. അതായത് ശാന്തതയോടുകൂടി നമ്മൾ ഇരിക്കുമ്പോൾ കാണുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിന്റെ അവിടെ നമ്മൾ എണീറ്റ് വരുമ്പോൾ കാണുന്ന ഒരു സ്ഥലമോ, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് നമ്മൾക്ക് എപ്പോഴും കാണണം. നമ്മുടെ ഉള്ളിൽ ഈ ഒരു കൃതജ്ഞത, ഈ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ടെക്നിക്കായിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ കാണുന്ന സ്ഥലത്ത് ഇതിനെ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെക്കണം എന്ന് പറയും. ഇത് ക്രമേണ നമ്മളിലേക്ക് ഈ തുക എങ്ങനെയെങ്കിലും അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരും. ഇനി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്ന ആളുകളാണെന്ന് വിചാരിക്കും. എപ്പോഴും കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കമ്പ്യൂട്ടറിന്റെ വാൾപേപ്പർ ആയിട്ട് വേണമെങ്കിൽ ഇതിന്റെ ഡിസൈൻ എങ്ങനെ ഉണ്ടായിട്ടാലും നല്ലതായി. കാരണം കമ്പ്യൂട്ടർ എപ്പോഴും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കാമല്ലോ. ഇങ്ങനെ എവിടെയെങ്കിലും ഒട്ടിച്ചു വയ്ക്കുക, ആവശ്യമായ തുക എഴുതുക. അതിനുശേഷം നമ്മൾ എഴുതുന്ന ബുക്കിൽ നമ്മൾ എഴുതാറുണ്ട്, ആ എഴുതുന്ന കൂട്ടത്തിൽ ഈ തുക ലഭിച്ചതിന് ഉള്ള നന്ദിയും കൂടി നമ്മൾ എഴുതി വെക്കുവാൻ ഓർക്കണം. കാരണം ഫോൺ വാങ്ങുന്ന ആളാണെങ്കിൽ ഫോൺ വാങ്ങുവാൻ ഉള്ള തുക നൽകിയതിന് പ്രപഞ്ചത്തോട് നന്ദി, യൂണിവേഴ്സ് നന്ദി. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഇത് ലഭിച്ചു കഴിയുമ്പോൾ ഈ ചെക്കിനെ പിന്നെ നശിപ്പിക്കുകയാണ്. ഈ തുക കിട്ടിക്കഴിയുമ്പോൾ സാധാരണ എന്താണ്, ആ ചെക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു. അപ്പൊ ആ ചെക്കിനെ സ്വാഭാവികമായിട്ട് അപ്പോൾ അവിടെ നശിപ്പിച്ച് കളയുക. വീണ്ടും നമുക്ക് ആവശ്യമുള്ള തുക വരുമ്പോൾ അതിനെ എഴുതി വെക്കുക. ഇങ്ങനെ ഇതിനെ നമ്മളൊന്ന് പ്രയോഗിച്ച് നോക്കുക. അപ്പൊ തുടക്കത്തിൽ ചെറിയ തുകയിൽ നിന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ഉറപ്പായിട്ടും ലഭിക്കുകയും അപ്പൊ നമുക്ക് ഇതിനോടുള്ള താല്പര്യവും അല്ലെങ്കിൽ ഇതിനോടുള്ള ഒരു വിശ്വാസവും ഒക്കെ വർദ്ധിച്ചു കഴിയുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നമുക്ക് എഴുതുവാൻ സാധിക്കും. അതുകൊണ്ട് ചെറിയ തുകയിൽ നിന്ന് തുടങ്ങി പിന്നീട് അത് ലഭിച്ചു, അടുത്ത് കിട്ടി, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൂടുതൽ കൂടുതൽ തുകയിലേക്ക് എഴുതി പോവുക എന്നുള്ള രീതി അവലംബിക്കുവാനായിട്ട് ഇവിടെ പറയുന്നു. അപ്പൊ ഇതിന്റെ ഈ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, നമ്മളുടെ പതിവ് പരിശീലനങ്ങളെല്ലാം ചെയ്യുക. 10 അനുഗ്രഹങ്ങളുടെ പട്ടിക എഴുതിയിട്ട് രാത്രിയിൽ അതിന് നന്ദി 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 എന്ന 3 കാര്യങ്ങൾ പറയുക. ഇനി ചെയ്യേണ്ടത് ഈ ഒരു പരിശീലനത്തിൽ, മാന്ത്രിക ചെക്കിന്റെ പരിശീലനത്തിൽ ചെയ്യേണ്ടത്, നമ്മൾ ആഗ്രഹിക്കുന്ന പണം എഴുതിയ മാന്ത്രിക ചെക്ക്, അതോടൊപ്പം നമ്മുടെ പേരും, ചെക്കിനകത്ത് നമ്മുടെ പേരിൽ കൊടുത്തിട്ടാണല്ലോ ഈ ചെക്ക് മാറുക നമ്മുടെ അക്കൗണ്ടിൽ. അപ്പൊ നമ്മുടെ പേരും കൂടെ ചേർത്ത് അതിൽ എഴുതിക്കൊണ്ട് തുക ആവശ്യമുള്ളത് എഴുതി വെക്കുക. ഇന്നത്തെ തീയതിയും എഴുതി അത് പൂരിപ്പിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു മാന്ത്രിക ചെക്കിനെ കയ്യിൽ പിടിച്ച ശേഷം ആഗ്രഹിക്കുന്ന സാധനം ഉപയോഗിച്ച് വാങ്ങുന്നതായി സങ്കല്പിക്കുക. അത് ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനോടുള്ള സന്തോഷവും കൃതജ്ഞതയും ഒക്കെ ലഭിച്ചതുപോലെ, അതായത് ആ ഒരു സംഗതി നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും ലഭിച്ചതുപോലുള്ള വർത്തമാന കാലത്തിൽ നമ്മൾ സംസാരിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് എനിക്ക് ലഭിച്ചതിന് നന്ദി എന്ന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതോടൊപ്പം
ഈ ഒരു മാന്ത്രിക ചെക്കിനെ നമ്മൾ ആദ്യം നമ്മളിത് നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു. പിന്നെ ഇതിനെ നമ്മളെപ്പോഴും കാണുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കുക. അപ്പോ ഓരോ ദിവസവും നമ്മൾ കുറഞ്ഞത് ഒരു 2 തവണയെങ്കിലും ഈ ചെക്കിനെ എടുത്ത് കയ്യിലേക്ക് പിടിച്ചുകൊണ്ട് ഈ കാര്യം മനസ്സിൽ പറയുക. എനിക്ക് ഇന്ന തുക ലഭിക്കുവാൻ സഹായിച്ചതിന് നന്ദി, തുക ലഭിച്ചതിന് നന്ദി എന്ന് പറയണം. പിന്നെ ആ ഓരോ ദിവസവും നമ്മൾ ദിവസം അവസാനിക്കുമ്പോൾ ഈ ചെക്കിനെ നമ്മൾ കാണുന്ന സ്ഥലത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ചെക്കിൽ കൊടുത്തിട്ടുള്ള തുക ലഭിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ തുകയ്ക്കനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അതിന്റെ തുകയായിരിക്കില്ല. ഇപ്പൊ ഇതിനകത്ത് റൗണ്ടാബേൺ കാർ ഇല്ലായിരുന്ന കാലത്താണ് അപ്രതീക്ഷിതമായിട്ടൊരു കാറ് തന്നെ ഒരാൾ കൊണ്ട് സമ്മാനമായിട്ട് കൊടുത്തു. ചിലപ്പോൾ അങ്ങനെ ലഭിക്കുകയായിരിക്കാം. ആരെങ്കിലും നമുക്കിത് സമ്മാനമായിട്ട് നൽകുകയായിരിക്കാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്കൊരു സ്ഥാപനത്തിൽ നിന്ന് അതിന്റെ ഡിസ്കൗണ്ട് ലഭിക്കുകയായിരിക്കാം, തുകയിലുള്ള ഇളവ് ലഭിക്കുകയായിരിക്കാം. ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് ഈ കാര്യം കയ്യിലേക്ക് എത്തിച്ചേരുമെന്നാണ്. അപ്പൊ ഈ മാന്ത്രിക ചെക്കിന്റെ പരിശീലനം ഞാൻ വേണമെങ്കിൽ സാധന ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ, അതിലേക്ക് ഇടാം. അപ്പൊ അതിൽ നിന്ന് ആവശ്യമുള്ള ഒരു പ്രിന്റ് എടുത്താലും മതിയാവും. പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇന്ദിരാമയോട് ആരെങ്കിലും ചോദിച്ചാൽ എടുത്തു തരും കേട്ടോ, ആ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ. അതോടൊപ്പം നമ്മുടെ മാന്ത്രിക കല്ലിന്റെ പരിശീലനം കൂടി ദിവസം പരിശീലിച്ചുകൊണ്ട് ആ ഒരു പരിശീലനം അവസാനിപ്പിക്കാം. അതാണ് 17-ാം ദിവസത്തിൽ ചെയ്യേണ്ട ഒരു പരിശീലനം, മാന്ത്രിക ചെക്കിന്റെ പരിശീലനം എന്നുള്ളത്. പിന്നെയുള്ളത് മാന്ത്രിക പട്ടിക. 18-ാമത്തെ അധ്യായം പറയുന്നത് മാന്ത്രിക പട്ടിക. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മാന്ത്രിക കാര്യങ്ങളിൽ നമ്മുടെ യുക്തിക്കനുസരിച്ച് മൂർച്ചയേറ്റി വളർത്തേണ്ടതിനായിട്ട് കാത്തു നിൽക്കുന്നു. അപ്പോ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മാന്ത്രിക കാര്യങ്ങൾ നമ്മുടെ യുക്തിക്കനുസരിച്ച് മൂർച്ചയേറ്റി വളർത്തേണ്ടുന്നതിനായി കാത്തു നിൽക്കുന്നു. അപ്പൊ ലോകം മുഴുവൻ ഒരു കാര്യങ്ങൾ നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ അത് നമ്മുടെ താല്പര്യമനുസരിച്ച് നമ്മൾ അതിന് മൂർച്ചയേറ്റുക. അതായത് ഒരു കത്തിയില് നന്നായിട്ട് അതിനെ മുറിക്കണമെങ്കിൽ അതിന്റെ മൂർച്ച ഏറ്റിക്കൊണ്ടിരിക്കണം, ആയുധങ്ങളുടെ മൂർച്ച കൂട്ടണം എന്ന് പറഞ്ഞു. ഇതുപോലെ നമുക്കിപ്പോൾ ഒരു കാര്യത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ ജോലി ഒരു പ്രത്യേക മേഖലയിലാണെന്ന് ഒരു ഏതെങ്കിലും ഒരു ജോലി. അപ്പൊ ആ ജോലിയിൽ നമ്മൾ അങ്ങോട്ട് പ്രവർത്തിച്ചിട്ട്, ബിസിനസ്സിൽ നമ്മൾ പ്രവർത്തിച്ചിട്ട് ഉദ്ദേശിക്കുന്ന രീതി മെച്ചപ്പെടുവാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ വിചാരിച്ചിട്ട് ഒന്നും അങ്ങോട്ട് ചെയ്യാൻ ഒരു മൂവിങ് വരുന്നില്ല, ഹൈക്ക് ഉണ്ടാകുന്നില്ല, സ്കെയിലപ്പ് ചെയ്യുന്നില്ല. ഈ രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ സമാന അവസരത്തിൽ ഇതേ ജോലി ചെയ്യുന്ന മറ്റൊരു വ്യക്തിയെ ശ്രദ്ധിക്കുമ്പോൾ ഇയാൾ വളരെ പെട്ടെന്ന് അങ്ങോട്ട് വികസിച്ചു പോകുന്നു, ഇതേ ജോലി തന്നെ ചെയ്യുന്നു, എന്നെപ്പോലെ തന്നെ നമ്മൾ വേണം പഠിച്ചു തന്നെ ഒരേ സ്കൂളിൽ ഒരുമിച്ചൊക്കെ ആയിരിക്കാം, പക്ഷെ ഇയാൾ പെട്ടെന്ന് വളർന്നു പോകുന്നതായിട്ട് നമ്മൾ കാണും. അപ്പോൾ അവിടെ സംഭവിക്കുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഏത് മേഖലയിലും സംഭവിക്കുന്ന ഇതാണ്, ആയുധങ്ങളുടെ മൂർച്ച ഇദ്ദേഹം കൂട്ടുന്നുണ്ടാവും, നമ്മൾ അത് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള കഴിവുകളെ അല്ലെങ്കിൽ അറിവുകളെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ട്, ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ ഈ മേഖലയിൽ സീനിയർ ആയിരിക്കാം തുടങ്ങിയ കാലയളവ് കൊണ്ട്, പക്ഷെ അദ്ദേഹം വളരെ വേഗത്തിൽ വളരുന്നു. നമ്മളിപ്പോഴും ആ പഴയ സ്റ്റെപ്പിൽ തന്നെ ഒരു ചെറിയ അനക്കം, അങ്ങനെ വളരെ പതുക്കെ പതുക്കെ വളർന്നു പോകുന്നതല്ലാതെ ഒന്നും വ്യത്യാസങ്ങൾ വലുതായിട്ട് വരുന്നില്ല. അപ്പൊ അവിടെ സംഭവിക്കുന്ന ഇദ്ദേഹത്തിന്റെ ആയുധത്തിന്റെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നു, നമ്മളിത് അറിയുന്നില്ല. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അറിവുകളെ ഇദ്ദേഹം വീണ്ടും വീണ്ടും പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏത് മേഖലയിലും വളരാനുള്ള ഒരു യുക്തിപരമായിട്ടുള്ള തന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ലഭിക്കുന്നു, നമ്മൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇതേ കാര്യം തന്നെ വീണ്ടും ചെയ്യുമ്പോൾ അതേ കഴിവുകൾ പോരാ, അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞോ 1 വർഷം കഴിഞ്ഞോ ഇതേ കാര്യം ചെയ്യുമ്പോൾ ഈ സാധനം പോരാ എന്നുള്ളതാണ്. ആ മേഖലയിൽ നമുക്കുള്ള അറിവ് വർദ്ധിക്കണം, നമുക്കുള്ള അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പണം വർദ്ധിപ്പിക്കണം, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടെക്നോളജി കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ളതായിരിക്കണം, നമ്മുടെ കയ്യിലുള്ള ആളും അർത്ഥവും. ചിലപ്പോൾ നമ്മൾ മുൻപ് ഒറ്റയ്ക്കാണ് ചെയ്തെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ 2-3 പേരെ കൂടെ കൂട്ടിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതിന്റെ ആ ഒരു ലെവൽ വർദ്ധിക്കുന്നത് അങ്ങനെയാണ്. ഒറ്റയായ അധ്വാനം കൂട്ടായ അധ്വാനത്തിലേക്ക് വഴിമാറുന്നതിനെയാണ് നമ്മൾ ഈ ഒരു വടപ്പുറം ബാവയുടെ ബുക്കിൽ ഫാക്ടറിയുടെ കഥ പറഞ്ഞപ്പോൾ ഫാക്ടറികളിലേക്ക് പെട്ടെന്ന് മാറിയപ്പോൾ എന്താണ്, ഒറ്റപ്പെട്ട അധ്വാനങ്ങളായിരുന്നു. കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ കിട്ടിയിരുന്നതിനേക്കാൾ കൂടുതൽ വരുമാനവും വളർച്ചയും ഫാക്ടറിയിലേക്ക് വന്നപ്പോൾ കിട്ടിയതാണ്. കൂട്ടായിട്ടുള്ള അധ്വാനം അവിടെ ഉണ്ടാകുന്നു.
ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള അറിവുകളെ നമ്മളത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ പലപ്പോഴും പല ബിസിനസ്സിലൊക്കെ ആളുകളോട്, ഇപ്പൊ ഈ സീനിയർ ആയിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ അവർ വളരെ ഇത് വിശാലപൂർവ്വം പറയും, എനിക്കിതിനകത്ത് 25 കൊല്ലത്തെ അല്ലെ 30 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് എന്നെ പഠിപ്പിക്കാനൊന്നും വരല്ലേ എന്ന് നമ്മളോടൊക്കെ പറഞ്ഞു തരും. അവിടെ സംഭവിക്കുന്ന ഇതാണ്, ഇവർ പഠിച്ചത് ശരിക്കും ഈ 25 വർഷത്തിലെ ആദ്യത്തെ 1 വർഷമായിരിക്കാം. പിന്നീട് ഈ ഉള്ള സാധനം വെച്ചിട്ടാണ് ഈ ലെവലിൽ നിൽക്കുന്നു. പക്ഷേ നമ്മുടെ മനസ്സിൽ സീനിയർ ആണെന്നുള്ളൊരു സ്വഭാവം ഉണ്ടെങ്കിലും വളരുന്നില്ലായിരിക്കും. അതേസമയത്ത് ഇന്നലെ 5 വർഷം മുമ്പ് തുടങ്ങിയവൻ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് വളർന്നു പോകുന്ന കാര്യം ഇതാണ്. ഇയാൾ ഈ 5 വർഷവും തന്റെ ആയുധങ്ങളുടെ മൂർച്ച കൂട്ടുന്നു, 5 വർഷവും കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത്, മാന്ത്രിക പട്ടികയിൽ പറയുന്നത് നമ്മുടെ ആയുധങ്ങളുടെ മൂർച്ച വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് എല്ലാ ദിവസവും ചെറിയതെങ്കിലുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെ? ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ കുറഞ്ഞതൊരു നിസ്സാരമാണെങ്കിൽ പോലും ഒരു ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ ഒരു ടാസ്ക് നമ്മളിലേക്ക് വരുന്നുണ്ടാവും. ചിലപ്പോൾ ഒരുപക്ഷെ ചെറിയ കുട്ടിയായ മകനെ കുളിപ്പിക്കുക എന്നൊരു ടാസ്ക് ആയിരിക്കാം, അല്ല സ്കൂളിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ദിവസത്തെ മാത്രം. ഇങ്ങനെ പല കാര്യങ്ങൾ, അല്ലെങ്കിൽ അടുത്ത നമ്മുടെ മാസം അവസാനമൊക്കെ ആയി, അല്ലെ 1-ാം തീയതി ഒക്കെ ആയി, അപ്പൊ നമ്മുടെ പലചരക്കിടക്കാരൻ ചേട്ടന്റെ പറ്റ് തീർക്കേണ്ട ദിവസമായിരിക്കാം, അത് ആ ഒരു ഒരാഴ്ചത്തെ ടാസ്ക് അതായിരിക്കാം, അല്ലെ ഒരു ദിവസത്തെ. ഇങ്ങനെ ചെറിയ ചെറിയ ടാസ്കുകൾ നമ്മൾ എല്ലാ ദിവസവും അനുഭവിക്കുന്നവരാണ്. ഓരോ പ്രശ്ന പരിഹാരങ്ങൾ നമ്മൾ കടന്നു പോകുന്ന ആളുകളാണ്. അപ്പോൾ ആ ഒരു ചെറിയ പ്രശ്നം നമ്മളെ പരിഹരിച്ചു വിടുമ്പോൾ, ഇപ്പൊ ഇവിടെ പലപ്പോഴും നമ്മൾ ഇതിനെ മാറ്റിവെക്കുന്ന ശീലമുണ്ട്. ചെറിയ കാര്യമല്ലേ, കടയിലെ പറ്റല്ലേ, പിന്നെ കൊടുക്കാം. പക്ഷെ ഇതെന്താവും, വീണ്ടും 1 മാസമൊക്കെ കഴിയുമ്പോൾ അതിന്റെ തുക ഇരട്ടിക്കുകയും, അല്ലെങ്കിൽ നമ്മുടെ ചിട്ടിയിലെ അടവ്, അല്ലെ ലോണിന്റെ അടവ്, ഇതൊക്കെ 1 മാസം നമ്മൾ മുടങ്ങി കഴിയുമ്പോൾ അത് ഇരട്ടിക്കും. എന്ന് പറഞ്ഞതുപോലെ ഇത് ഓരോ കാര്യങ്ങളെയും അതാത് സമയം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കും. മാറ്റിവെക്കുമ്പോൾ അത് നമ്മുടെ ഭാരം വർദ്ധിപ്പിക്കും, നമ്മളുടെ വെയിറ്റ് കൂടും, അപ്പൊ നമുക്കത് ബുദ്ധിമുട്ട് വരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ദിവസത്തെ ഈ ചെറിയ ടാസ്കുകളെ പോലും ചെറുതല്ലേ എന്ന് വിചാരിച്ച് ഒന്നിനെയും മാറ്റിവെക്കും. അപ്പൊ അതിനാണ് നമ്മൾ ഈ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞ സംഗതി ഉപയോഗിക്കാൻ പറ്റും. ജേണലൊക്കെ എഴുതുമ്പോൾ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ രാവിലെയോ അല്ലെങ്കിൽ തലേന്ന് വൈകിട്ടോ, അപ്പൊ ഇതിനകത്ത് പറയുന്നത് തലേന്ന് വൈകിട്ട് തന്നെ എഴുതി വെക്കണം. നാളെ ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളെയും ഇന്ന് വൈകിട്ട് തന്നെ എഴുതി വെക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, നമുക്ക് പ്രത്യേകിച്ച് ഈ സമയത്തെ മാനേജ് ചെയ്യാന്നൊക്കെ, ശരിക്കും സമയത്തെ അല്ല മാനേജ് ചെയ്യുന്നത്, ടൈം മാനേജ്മെന്റ് എന്നൊക്കെ നമ്മൾ വലിയ രീതിയിൽ പറയുമെങ്കിലും അവിടെ സമയത്തെ ഒരിക്കലും നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല. കാരണം ലോകത്ത് എവിടെ ചെന്നാലും ഒരു ദിവസം 24 മണിക്കൂറാണ്. അത് എത്ര വലിയവനും എത്ര ചെറിയവനും അത്രേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇച്ചിരി കൂടുതൽ മാനേജിങ് കഴിവുള്ള വ്യക്തിയാണെന്ന് വെച്ചുകൊണ്ട് എനിക്ക് കൂടുതൽ 25 മണിക്കൂറൊന്നും കിട്ടത്തില്ല. അപ്പൊ അവിടെ നമ്മൾ ചെയ്യുന്ന എന്താണ്, ശരിക്കും നമ്മൾ ആ ടൈമിനെ ഒപ്പിച്ച് നമ്മളെ മാറ്റുകയാണ്, അല്ലെ? നമ്മളെ വഴക്കിയെടുക്കുമ്പോഴാണ് ടൈം മാനേജ് ആയി എന്ന് പറയുന്നത്. അതിനൊപ്പിച്ച് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇപ്പൊ ടു ഡു ലിസ്റ്റിലേക്ക് നോക്കുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണ്? ഒരു ദിവസം രാവിലെ എണീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പൊ ഇന്ന് രാവിലെ ഇപ്പൊ എനിക്കുള്ള കാര്യം എന്താണ്, രാവിലെ 5 മണിയാകുമ്പോൾ തന്നെ സാധനയിൽ വന്ന് ക്ലാസ് എടുക്കണം, 6 മണിയാകുമ്പോൾ യോഗയുടെ ക്ലാസ് എടുക്കണം, അത് കഴിയുമ്പോൾ പിന്നെ ഭക്ഷണമായിട്ടുണ്ടെങ്കിൽ കഴിക്കുക, ഇത് കഴിഞ്ഞ് പിന്നെ അടുത്ത നമ്മുടെ മൈക്രോ ഫിനാൻസിലേക്ക് പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഓരോ ദിവസവും ഉണ്ട് നമുക്ക്. അപ്പൊ അങ്ങനെ ഓരോന്ന് ചെയ്ത് പോകുമ്പോൾ ഇതിനെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോവുകയാണ്. ആ ദിവസം വൈകുന്നേരം നമ്മുടെ ഈ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ആ ടിക്ക് ചെയ്യാത്ത ഒരു സ്ഥലം പോലും ഉണ്ടാവരുത്. എല്ലാ കാര്യങ്ങളും നമ്മൾ അന്നത്തെ ചെയ്ത് തീർത്തിട്ടുണ്ടായിരിക്കണം. അതായത് നമുക്ക് വേണമെങ്കിൽ മാർക്ക് ഇടാം, നമുക്ക് 10ൽ എത്ര മാർക്ക് കൊടുക്കാം, 100% ചെയ്തിട്ടുണ്ടെങ്കിൽ 10ൽ 10 കൊടുക്കാം, അല്ല? എണ്ണം കുറയുന്നതനുസരിച്ച് 9ഓ 8ഓ കുറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ചിലപ്പം നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും കുഴപ്പം അല്ലെങ്കിൽ പോലും ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരും, അല്ലെ? ഇപ്പൊ നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ ഒരു വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക, ഇന്ന് ചെയ്യാമെന്നൊക്കെ വെച്ച് നമ്മൾ തയ്യാറെടുത്തിരിക്കുകയാണ്. പക്ഷെ ഇന്നലെ വൈകിട്ട് കാറ്റത്തും മഴയത്തും കറണ്ട് പോയി, ഇൻവെർട്ടറിനാണെങ്കിൽ ചാർജ് ഇല്ല, ജനറേറ്റർ കിട്ടാനും ഇല്ല, കറണ്ട് ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ മാത്രം കുഴപ്പമല്ല, ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. ഇങ്ങനെ ചില കാര്യങ്ങൾ കൊണ്ടൊക്കെ മാറ്റി വെക്കേണ്ടി വരും. അതൊക്കെ മാറ്റി വെച്ചോളൂ, സാരമില്ല, അത് പിന്നീട് വെക്കാം. പക്ഷെ ഇതിനെ കൃത്യമായിട്ട് ചെയ്തു പോവുക. അപ്പൊ ഇവിടെ കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി കൂടി ഇതിന്റെ കൂടെ ചേർക്കാൻ പറയുന്നു. ഈ ടു ഡു ലിസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന തന്ത്രത്തോടൊപ്പം തന്നെ കൃതജ്ഞത കൂടി അതിലേക്ക് ചേർക്കുക. ഇതിനകത്ത് എല്ലാം കൃതജ്ഞത ചേർക്കുകയാണ്, അല്ലെ? ആ കൃതജ്ഞത ചേർക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ തലേന്ന് വൈകിട്ട് നാളെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് എഴുതി വെക്കുമ്പോൾ, നാളെ ചെയ്യേണ്ടത് എന്തായിരിക്കാം? നാളെ രാവിലെ ഉണരണം, എക്സർസൈസ് ചെയ്യണം,
പ്രാർത്ഥിക്കണം, സാധനയിൽ പ്രവേശിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കുളിച്ച് റെഡിയായി ഭക്ഷണം പാകം ചെയ്യണം, അല്ലെങ്കിൽ മറ്റ് ജോലിയിലേക്ക് പോകേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കൊടുക്കണം, സ്വന്തം ഡ്രസ്സ് അയൺ ചെയ്യണം, തുണി വാഷ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. ഇത് ഓരോന്നും കൃത്യമായിട്ട് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ എഴുതി വെക്കുമ്പോൾ തന്നെ ഇതിനോട് നടന്നു കഴിഞ്ഞതായി ഭാവിച്ചുകൊണ്ട് വേണം നന്ദി അറിയിക്കാം നാളെ ചെയ്യേണ്ടത്. അപ്പൊ അത് ആ ഒരു കാര്യം, ഇപ്പൊ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിക്കാതെ നടന്നു. ഇപ്പൊ തുണി വാഷ് ചെയ്യാം, നമുക്കത് ചെയ്യാൻ മനസ്സുണ്ട്, തീർച്ചയായിട്ടും നടന്നു പോകും. അവിടെയും ചില ടാസ്കുകൾ വരും, ചില കാര്യങ്ങൾ നടന്നു പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് നടന്നു കഴിഞ്ഞതായ രീതിയിൽ ഇതിനോട് നമ്മൾ നന്ദി അർപ്പിക്കുക. വർത്തമാന കാലത്തില് നന്ദി അറിയിക്കുക. നിങ്ങൾക്ക് ചെയ്തു കിട്ടേണ്ടതും പരിഹരിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ആ ടു ഡു ലിസ്റ്റ് എഴുതുന്ന കൂടെ, പണി കൂട്ടുക എന്ന് വിചാരിക്കരുത്, ടു ഡു ലിസ്റ്റ് എഴുതുന്നത് കൂടാതെ മാന്ത്രിക പട്ടിക എന്ന് എഴുതിക്കൊണ്ട് തന്നെ നമുക്ക് ചെയ്യേണ്ട, ഇപ്പൊ ആ 10 കാര്യങ്ങൾ എഴുതിയതിൽ ഒരു 2-3 കാര്യം ടാസ്ക് ആയിരിക്കും, ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഈ കാര്യങ്ങളെ മാന്ത്രിക പട്ടിക എന്ന ഹെഡിങ്ങോടുകൂടി ഈ 3 കാര്യങ്ങൾ അല്ലെ 2 കാര്യങ്ങൾ അല്ലെ 1 കാര്യത്തെ മാറ്റി എഴുതി വെക്കണം, മാന്ത്രിക പട്ടികയിൽ എഴുതി വെക്കണം. കാരണം മാന്ത്രികത ഉപയോഗിച്ച് നമ്മൾ അതിനെ നമ്മുടെ പരിധിയിലേക്ക് ആക്കുകയാണ്. അപ്പൊ മാന്ത്രിക പട്ടിക എന്ന തലക്കെട്ട് കൊടുത്ത് നമുക്ക് ചിലപ്പോൾ നമുക്ക് സമയം കിട്ടാത്ത പരിപാടിയായിരിക്കും. ഇപ്പൊ നമുക്ക് നല്ല തിരക്കുള്ള ഒരു സീസൺ സമയമാണ്, നമ്മുടെ ജോലി സമയമാണെന്ന് വിചാരിക്കാം. പക്ഷെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ ഇന്ന് അത്യാവശ്യമായിട്ട് പഞ്ചായത്തിൽ പോയിട്ടൊരു പേപ്പർ മേടിക്കാനുണ്ട്, വില്ലേജ് ഓഫീസിൽ നിന്നൊരു ബാധ്യത സർട്ടിഫിക്കറ്റോ സൈറ്റ് പ്ലാനോ എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ട്, ഇങ്ങനെയുള്ള അല്ലെ ബാങ്ക് ലോണിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയമാണ്. പക്ഷെ എനിക്ക് ജോലിയുടെ തിരക്കൊണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്കത് ടാസ്ക് ആയിരിക്കും. ഇതിനെ വേണമെങ്കിൽ മാന്ത്രിക പട്ടികയുടെ കൂട്ടത്തിൽ എഴുതി വെക്കാം. അത് നടന്നു കഴിഞ്ഞതായിട്ട് നന്ദിയും അറിയിക്കാം. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള സമയം ലഭിക്കുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആ സമയത്ത് അവിടെ നമുക്ക് മുന്നിൽ രക്ഷകനായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമുക്ക് വേണ്ടി അത് ചെയ്തു തരികയോ ചെയ്യാം എന്നുള്ളതാണ് ഈ മാന്ത്രിക പട്ടികയിൽ പറയുന്നത്. ചിലപ്പോൾ ഇനി ഇതുമല്ല, നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും എന്നാൽ ചെയ്തേ പറ്റൂ. ചില ജോലികൾ നമുക്ക് ചെയ്യാൻ ഇഷ്ടമില്ല, പക്ഷെ നമ്മളത് ചെയ്തേ പറ്റുമെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ പലപ്പോഴും ഇഷ്ടമില്ലെങ്കിൽ മാറ്റിവെക്കും. ഇതിനെയും ഒരു ടാസ്ക് ആയിട്ട് നമ്മുടെ മാന്ത്രിക പട്ടികയുടെ കൂട്ടത്തിൽ എഴുതി വെക്കുക. ആ മാന്ത്രിക പട്ടികയിൽ എഴുതി വെച്ചുകൊണ്ട് അത് നടന്നു കഴിഞ്ഞതായിട്ട് അത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നമുക്ക് നന്ദി അറിയിക്കാം. അപ്പോ ആകർഷണ നിയമത്തിൽ പറയുന്നത് ഒരേപോലുള്ളവ ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് പറയുക. ഒരേ വേവ് ലെങ്ത് ഉള്ളത്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് സുഹൃത്തുക്കളെ ലഭിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ സ്കൂളിൽ ആദ്യമായിട്ട് പഠിക്കാൻ ചെന്നപ്പോൾ, കോളേജിലേക്ക് ചെന്നപ്പോൾ, അല്ലെ ജോലി സ്ഥലത്തേക്ക് ചെന്നപ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്തേക്ക് നമ്മൾ ചെന്നപ്പോൾ, നമ്മൾ സാധനയിലേക്ക് വന്നപ്പോൾ നമുക്ക് ആദ്യം എത്ര പേരെ പരിചയമുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് ചിലരുമൊക്കെ ആയിട്ട് ആദ്യം നമ്മൾ അടുക്കുന്നുണ്ട്. ഇതെന്താണ്? നമ്മളുടെ വേവ് ലെങ്ത് ഏകദേശം കറക്റ്റാണ്. നമ്മുടെ അതേ വേവ് ലെങ്ത് ഉള്ള ഒരാളെ ഓപ്പോസിറ്റ് വരുമ്പോഴാണ് ഇങ്ങനെ ഒരേ രീതിയിലുള്ളവ തമ്മിൽ ആകർഷണം ഉണ്ടാകുന്നത്. ഇത് ആകർഷണ നിയമത്തിന്റെ ഒരു വശം പറയുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തെ നമ്മളിലേക്ക് പെട്ടെന്ന് ആകർഷിച്ചിട്ടെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരേ രീതിയിലുള്ളവ, ആകർഷണ നിയമത്തിൽ പറയുന്ന ഒരേപോലുള്ളവ ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതിനെ ഓർമ്മിക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാഹചര്യങ്ങളിലെയും നിങ്ങൾക്ക് ആകർഷിച്ചെടുക്കുവാനായിട്ട് ഇതിലൂടെ സാധിക്കും. അപ്പൊ നാളെ നടക്കേണ്ട കാര്യങ്ങൾ ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ ടാസ്കുകളെ നമ്മൾ മാന്ത്രിക പട്ടിക എന്ന ഹെഡിങ്ങോടുകൂടി, തലക്കെട്ടോടുകൂടി മാറ്റി എഴുതി വെക്കുക. അത് ലഭിച്ചു കഴിഞ്ഞായിട്ട്, കാരണം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്യാം, ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. 10 എണ്ണം ഉള്ളത് അല്ലെ 20 എണ്ണം ഉള്ളതിൽ 17 എണ്ണവും നമ്മൾ ചെയ്ത് തീർക്കും. കാരണം ഭക്ഷണം കഴിക്കുക അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കുളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ടാസ്ക് അല്ല. ഈ ടാസ്കുകളെ മാത്രം മാറ്റി എഴുതി വെച്ചിട്ട് ഇതിനോട് നന്ദി പറഞ്ഞു. കിട്ടിക്കഴിഞ്ഞു, ബാങ്കിൽ പോകാൻ പറ്റിയതിന് നന്ദി, അല്ലെങ്കിൽ സൈറ്റ് പ്ലാൻ വില്ലേജ് ഓഫീസിൽ തന്നതിന് വില്ലേജ് ഓഫീസർക്ക് നന്ദി, ബാങ്ക് ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് മറ്റേ ഓണർഷിപ്പ് ചേഞ്ചിങ്ങിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, അത് തന്നതിന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നന്ദി. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ നമ്മൾ നന്ദി അർപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് അത് നാളെ സംഭവിച്ചിരിക്കും. ആ ടാസ്ക് നമ്മളെ നാളെ അല്ലെങ്കിൽ അടുത്ത ഒരു ദിവസം ഇത് കൃത്യമായിട്ട് സംഭവിച്ചു കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ് പറയുക. അപ്പൊ ഇതൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലാതെ നമുക്ക് എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യങ്ങളാണ്. കിട്ടിയാൽ അത് നമുക്ക് വളരെ ലാഭവുമായിരിക്കും. എന്നാൽ പ്രത്യേകിച്ച് നമുക്ക് മോശമായ കാര്യങ്ങളൊന്നും അതിൽ സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവാനില്ല. അപ്പൊ ഇവിടെ റോണ്ട ബേൺ ഇതിനകത്തൊരു ഉദാഹരണം, റോണ്ട ബേണിന്റെ മകളുടെ തന്നെ ഉദാഹരണം പറയുന്നു. റോണ്ട ബേണിന്റെ കുട്ടി ഒരിക്കൽ പുറത്തേക്ക് യാത്ര ചെയ്തു. മകൾ ഒരിക്കൽ യാത്ര ചെയ്തിട്ട് തിരികെ വന്നപ്പോൾ
പേഴ്സ് നഷ്ടപ്പെട്ടു പോയി. അന്നൊക്കെ പേഴ്സിന് ഇന്നത്തേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട്. ഇന്ന് പേഴ്സിന് പ്രാധാന്യം കുറഞ്ഞു. കാരണം ആ സ്ഥാനത്തേക്ക് മൊബൈൽ ഫോൺ കയറി വന്നിട്ടുണ്ട്, അല്ലെ? ഇന്നിപ്പോ പേഴ്സ് ഇല്ല, പേഴ്സും ഫോണും കൂടെ വെച്ചിട്ട് ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്തോളാൻ പറഞ്ഞാൽ നമ്മൾ ഫോണും എടുത്തുകൊണ്ടേ പോകത്തുള്ളൂ. കാരണം ഫോൺ അതിനേക്കാളും കൂടുതൽ അത്യന്താപേക്ഷിതം. ഫോണിൽ വിളിക്കാനും പണം ട്രാൻസ്ഫർ ചെയ്യാനും അല്ലെ ടു ഡു ലിസ്റ്റ്, ഫോണിനകത്ത് തന്നെ ടു ഡു ലിസ്റ്റിന്റെ ആപ്ലിക്കേഷൻ കാണും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പണ്ടൊക്കെ എന്താണ് ID കാർഡ്, വോട്ടർ ID കാർഡ്, പാൻ കാർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഴ്സിന്റെ ഉള്ളിലും കൂടെ കോപ്പി സൂക്ഷിക്കാറുണ്ടല്ലോ. ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പൊ അതുമായിട്ട് മൊബൈൽ ഫോണിൽ അത് ഫോട്ടോ എടുത്ത് വെക്കുക ചെയ്യുന്നു, ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുക ചെയ്യുന്നു. അപ്പം ഫോണിന് കുറച്ചുകൂടി മുന്നോട്ട്. അപ്പൊ ഈ ഒരു കാലത്ത്, ഈ കഥ പറയുന്ന കാലത്ത് ഫോണിനേക്കാൾ പേഴ്സിന് പ്രാധാന്യമുള്ള ഒരു കാലത്താണ് ഈ ഫോൺ നഷ്ടപ്പെടുക. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനകത്ത് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ, ഡ്രൈവിംഗ് ലൈസൻസ്, പണം, ഇതെല്ലാം ഇതിനകത്തുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ വിലപ്പെട്ട കുറെ സാധനങ്ങൾ ഇതിനകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ പേഴ്സിന്റെ അകത്ത് നമ്മുടെ എന്തെങ്കിലും കോണ്ടാക്ട് നമ്പറോ, നമ്മുടെ കുറഞ്ഞ വർഷം നമ്മുടെ ബിസിനസ് കാർഡ്, വിസിറ്റിംഗ് കാർഡെങ്കിലും നമ്മൾ അതിനകത്ത് സൂക്ഷിച്ചു വെക്കും. കാരണം ഈ പേഴ്സ് ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ വിശാല മനസ്കനാണെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചു തരാനായിട്ട് സഹായിക്കുന്നത് എന്തെങ്കിലും കോണ്ടാക്ട് നമ്പറൊക്കെ ഉണ്ട്. അപ്പോ അന്നതാണ് ഈ കുട്ടി വിചാരിച്ചത് അതിനകത്ത് ബാക്കി സാധനങ്ങളെല്ലാം ഉണ്ട്. ക്രെഡിറ്റ് കാർഡുണ്ട്, ID കാർഡുണ്ട്, മറ്റു പലതും, ഇന്നായിരുന്ന പാൻ കാർഡും കൂടെ കണ്ടതിന് പല സാധനങ്ങളും ഉണ്ട്. പക്ഷേ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറുകളൊന്നും തന്നെ അതിനകത്ത് വെച്ചിട്ടില്ല. അന്നൊരു സത്യം ഈ കുട്ടി മനസ്സിലാക്കി. പക്ഷേ തന്റെ മാതാവ് എല്ലായിടത്തും പരീക്ഷിക്കുന്ന കാര്യം എന്താണ്? മാന്ത്രികത പരീക്ഷിക്കുക, കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡ് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇതിനോട് നന്ദി അറിയിപ്പിച്ചു. ഈ പേഴ്സ് എനിക്ക് തിരികെ എത്തിച്ചതിനുള്ള നന്ദി അറിയിക്കുന്നു. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. കാരണം അത് തിരിച്ചു തരാൻ ഒരു മാർഗവുമില്ല. കാരണം ഒരാളുടെ കിട്ടിയാൽ തന്നെ ആരുടെയാന്ന് പോലും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. ഇന്ന് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഫോൺ വിളിക്കാൻ പറ്റും. ഇങ്ങനെ ഈ കുട്ടി ഇതിന് നന്ദി അറിയിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ പേഴ്സ് മനസ്സിൽ സങ്കല്പിച്ച്, പേഴ്സ് എന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആ മാനസിക ചിത്രത്തിനോട് നന്ദി അറിയിക്കുക. പേഴ്സ് തിരികെ ലഭിച്ചതിന് നന്ദി. അപ്പോ പിന്നീട് ഈ കുട്ടി അതിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ മറന്ന് രാത്രി വളരെ സുഖകരമായിട്ട് ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പൊ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. 100 മൈൽ അപ്പുറത്തുള്ള ഒരു വ്യക്തി. 100 മൈൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ദൂരമുണ്ട്. ആ അത്രയും ദൂരെ അപ്പുറമുള്ള ഒരു വ്യക്തി വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ പേഴ്സ് എൻ്റെ കയ്യിലുണ്ട്, അത് തിരിച്ചു തരുവാനായിട്ട് ഞാൻ എങ്ങോട്ടാണ് വരേണ്ടത്, അല്ല നിങ്ങൾ എങ്ങോട്ട് വരാൻ സാധിക്കും എന്നുള്ള കാര്യം രാത്രി വൈകി ഒരു കർഷകൻ വിളിച്ചു പറയുകയാണ്. അപ്പൊ അവിടെ സംഭവിച്ച കാര്യം, കർഷകന്റെ അടുക്കലെത്തി, പേഴ്സ് തിരികെ വാങ്ങി, നന്ദി പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു 1000 നന്ദി പറഞ്ഞു തിരിച്ചു പോന്നു. അപ്പൊ അവിടെ സംഭവിച്ച കാര്യം കർഷകൻ തന്നെ പറഞ്ഞു. വഴിയിൽ എവിടെയോ വെച്ച് കർഷകൻ ഈ പേഴ്സ് ലഭിച്ചു. ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് പോയതാണ്. പക്ഷെ ഇത് തിരികെ കൊടുക്കാനായിട്ട് ഒരു മാർഗവും കാണാതെ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഒന്നും കാണുന്നില്ല. കാരണം ഫോൺ നമ്പറോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. പക്ഷെ എന്റെ മനസ്സിൽ ഇതിങ്ങനെ, കാരണം അവിടെ നന്ദി പരിശീലിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ തിരിച്ചു കൊടുക്കണം എന്നുള്ള ചിന്തകൾ ഇങ്ങനെ പ്രകമ്പനം കൊള്ളുകയാണ്. അതാണ് പ്രപഞ്ചത്തിന്റെ ശക്തി പറയുന്നത് അവിടെയാണ്. അവിടെ കിടന്ന് നമ്മൾ അതിന് നന്ദി അർപ്പിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ തിരികെ എത്തിക്കണമെന്നുള്ള ചിന്തകൾ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് ഏതോ ഒരു ചെറിയ ക്ലൂ കിട്ടുന്നു. അതിൽ നിന്ന് ഇദ്ദേഹം ഡയറക്ടറിയിൽ, ഈ ഫോണിന്റെ ഡയറക്ടറി ഒക്കെ അന്ന് നമ്മുടെ ടെലിഫോൺ എക്സ്ചേഞ്ചുകളിലൊക്കെ കിട്ടും, അങ്ങോട്ട് ഈ ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു നമ്പർ ഉണ്ടോ എന്ന് വിളിച്ചൊക്കെ ചോദിച്ചു. പക്ഷേ അവിടെ അങ്ങനെ ഒരു നമ്പർ ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്ങനെയോ ഇദ്ദേഹത്തിന് ഈ നമ്പർ ലഭിച്ചു. ഈ നമ്പറിലേക്ക് ഇദ്ദേഹം വിളിച്ചു. ഇദ്ദേഹം ഊഹിച്ചെടുത്തൊരു നമ്പറാണെന്നോ മറ്റോ പറയുന്നു. ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ കൃത്യമായിട്ട് ഈ നമ്പർ കിട്ടുന്നു, സാധനം എത്തിക്കാനും സാധിച്ചു. പക്ഷേ ഡയറക്ടറിയിലോ എക്സ്ചേഞ്ചിലോ ചെന്ന് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു നമ്പർ ആരും തന്നെ വിളിച്ച് ചോദിച്ചിട്ടില്ല. ആ നമ്പർ ഇവിടുന്ന് കൊടുത്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ പ്രവർത്തിച്ചത് ഈ ആകർഷണ നിയമമായിരിക്കാം എന്ന് പറയും. ഇങ്ങനെ ഓരോ കാര്യങ്ങളെ നമുക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇതിനു വേണ്ടി നമ്മുടെ ആയുധങ്ങളുടെ മൂർച്ച കൂട്ടാൻ പറഞ്ഞെന്നാണ് തലേന്ന് തന്നെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെ നമ്മൾ തയ്യാറാക്കുക. അപ്പൊ നാളെ നമുക്ക് പോകണം, വില്ലേജ് ഓഫീസിൽ പോകണമെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളെ നമ്മൾ ഇന്ന് എഴുതി വെക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇന്നേ നമ്മൾ തയ്യാറാക്കും. നാളെ ഇട്ടുകൊണ്ട് പോകേണ്ട ഡ്രസ്സ്, കൊണ്ടുപോകാനുള്ള മറ്റ് ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണ്, ഇനി അവിടെ നിന്ന് അവിടം വരെ പോകാൻ നമ്മൾ എങ്ങനെയാണ്, ഓട്ടോറിക്ഷയിലാണോ, സ്കൂട്ടറിലാണോ, കാറിലാണോ, ബസ്സിലാണോ പോകേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പോഴേ മനസ്സിൽ പ്ലാൻ ചെയ്യും. അപ്പൊ അവിടെയും ഒരു ആയുധത്തിന്റെ മൂർച്ച കൂട്ടലാണ് സംഭവിക്കുന്നത്.
ആ മൂർച്ച കൂട്ടുന്നതിലൂടെ ഇതിലേക്ക് എത്തിച്ചേരാനുള്ള പാത്ത് കൃത്യമാവുകയാണ്. അങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ തലേന്ന് തന്നെ മൂർച്ച കൂട്ടി തുടങ്ങാം. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് സുഗമമായിട്ട് ആ ടാസ്കുകളെ നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നും ഈ മാന്ത്രിക പട്ടിക എന്നൊരു ഹെഡിങ് നമ്മൾ എഴുതി വെച്ചുകൊണ്ട് അതിൻ്റെ അടിയിൽ ടാസ്കുകളെ എഴുതി വെക്കുന്ന ശീലം. അത് പ്രത്യേകിച്ച് എന്നും ചിലപ്പോൾ നമുക്ക് ഈ മാന്ത്രിക പട്ടിക എഴുതേണ്ടി വരില്ല. കാരണം എന്നും നമുക്ക് വലിയ ടാസ്കുകൾ ഉണ്ടായിന്ന് വരില്ല. ചില ദിവസങ്ങളൊക്കെ സാധാരണ കടന്നു പോകുന്നത് പോലെ തന്നെ അങ്ങ് കടന്നു പോകും. രാവിലെ ഉണരുന്നു, നമ്മൾ ഫ്രഷപ്പ് ചെയ്യുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, സാധനയിലൊക്കെ പ്രവേശിക്കും, ഇങ്ങനെ ആ രീതിയിൽ അങ്ങ് പോകുന്നുണ്ടായിരിക്കാം. അപ്പൊ ചില ദിവസങ്ങളിൽ ഈ ടാസ്ക് വരുമ്പോൾ ഇതിനെ നമ്മൾ തലേന്ന് തന്നെ ഇതിനെ മാന്ത്രിക പട്ടികയിൽ അല്ലെങ്കിൽ രാവിലെ എണീക്കുന്ന സമയത്താണെങ്കിലും മാന്ത്രിക പട്ടികയിൽ എഴുതി വെച്ചുകൊണ്ട് ഇതിനെ ലഭിച്ചതായിട്ടുള്ള നന്ദി അർപ്പിക്കുക. അതിനെ വിശദീകരിച്ച് അവസാനം പറയുന്നുണ്ട്, സാധാരണ നമ്മൾ ചെയ്യാറുള്ള പരിശീലനങ്ങൾ, നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ, 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കി അതിന് നന്ദി പറയുന്നതോടൊപ്പം നമുക്ക് ചെയ്യേണ്ടതും പരിഹരിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പട്ടിക എഴുതി തയ്യാറാക്കുക. ചെയ്യേണ്ട കാര്യങ്ങളുടെ മാന്ത്രിക പട്ടിക എന്ന തലക്കെട്ട് നൽകുക. നിങ്ങളുടെ പട്ടികയിൽ നിന്ന് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ തിരഞ്ഞെടുക്കുക. പ്രധാനപ്പെട്ട ഉദ്ദേശിച്ചത് ടാസ്കുകളായിട്ടുള്ള, നമുക്ക് ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള 3 കാര്യങ്ങളെ തിരഞ്ഞെടുത്ത് ഒരു സമയത്ത് ഒരെണ്ണം എന്ന കണക്കിൽ ഓരോന്നെടുത്ത് അത് നിങ്ങൾക്ക് നടന്ന്, ഇപ്പൊ 3 കാര്യങ്ങളുടെ 3ഉം കൂടെ നടന്നു കഴിഞ്ഞു എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു സമയത്ത് ഒരു കാര്യം, ഇപ്പം ഏതാണ് സൈറ്റ് പ്ലാൻ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടി, ഇതിന് നന്ദി, അടുത്ത തവണ അടുത്ത കാര്യം, ഇങ്ങനെ ഓരോ കാര്യത്തെയും നമ്മൾ നന്ദി അർപ്പിക്കുക. അങ്ങനെ ഓരോ കാര്യത്തിനും കുറഞ്ഞതൊരു 3 മിനിറ്റെങ്കിലും നമ്മൾ നന്ദി പറയുവാനായിട്ട് സമയമെടുക്കണമെന്നാണ്. 3 മിനിറ്റെങ്കിലും വരും. 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ സമയമാണ്. അത്രയും സമയമെങ്കിലും ഓരോ കാര്യത്തിന് കുറഞ്ഞത് എടുത്തുകൊണ്ട് നമ്മൾ നന്ദി അർപ്പിക്കണം എന്നുള്ളതാണ്. ഇത് രണ്ടുമാണ് ഇന്ന് നമുക്ക് പരിശീലിക്കാൻ വേണ്ടി ഇതിൽ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ, മാന്ത്രിക പട്ടികയും മാന്ത്രിക ചെക്കും. മാന്ത്രിക ചെക്ക് ഞാൻ ആവശ്യമുള്ളവർക്ക് പ്രിന്റ് എടുത്ത് അതൊന്ന് പരിശീലിച്ച് നോക്കാം. ഇനി നമുക്ക് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കും. ഇനി ഇതുപോലെ ഈ പരിശീലനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആരുടെയെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറയുവാനായിട്ട്